നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി ടൗൺ സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം ചെയ്തു. മേളക്കലയുടെ രാജരസം തുളുമ്പുന്ന പഞ്ചാരിയിൽ കൊട്ടിക്കയറാൻ ഒരുങ്ങുകയാണ് റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറും അസിസ്റ്റന്റ് പോലീസ് സബ് ഇൻസ്പെക്ടറും ഉൾപ്പെടെ 10 അംഗ സംഘം. മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെത്തുന്ന രോഗികൾക്ക് ഇനി കട്ടിലും മെത്തയും നൽകണമെന്ന് സർക്കാർ സർക്കുലർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വൈകാതെ കുറച്ചേക്കുമെന്ന് റിപ്പോർട്ട്. മുൻഗണനാ പിങ്ക് റേഷൻ കാർഡ് അനുവദിക്കാനുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് 125 രൂപയാണ് കുറഞ്ഞത്. വാർത്തകൾ വിശദമായി. ചാലക്കുടി ടൗൺ സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം ചെയ്തു. ചാലക്കുടി വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ജോയ് മൂത്തേടൻ അധ്യക്ഷനായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ ആലി ഷിബു മുഖ്യാതിഥിയായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് മേരി നളൻ, ബാങ്ക് ഡയറക്ടർ ബിജു പുത്തിരിക്കൽ, സെക്രട്ടറി സോയ് പോൾ, ബാങ്ക് സെയിൽ ഓഫീസർ ലോയ് ലാംബർട്ട്, ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് MD ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLAക്ക് സ്വീകരണവും മർച്ചന്റ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ട ജോയ് മൂത്തേടന് ആദരവും നൽകി. അപ്പൊ അതിനൊരു ഇവിടെ ഒരു MLA കൂടി അറിയുന്ന പറഞ്ഞ് അതുകൊണ്ട് ചെയർപേഴ്സണോട് പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തി ഇത് ബാങ്കിന് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ നന്ദി പറയാൻ. മേളക്കലയുടെ രാജരസം തുളുമ്പുന്ന പഞ്ചാരിയിൽ കൊട്ടിക്കയറാൻ ഒരുങ്ങുകയാണ് റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറും അസിസ്റ്റന്റ് പോലീസ് സബ് ഇൻസ്പെക്ടറും ഉൾപ്പെടെ 10 അംഗ സംഘം. SNDP ശാഖ ആളൂർ വിശ്വനാഥപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് അപൂർവ അരങ്ങേറ്റത്തിന് വേദിയൊരുങ്ങുന്നത്. കൊടകര വഴിയമ്പലം സ്വദേശിയായ EN രാജു റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറാണ്. റവന്യൂ വകുപ്പിൽ ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ച രാജു വിവിധ ജില്ലകളിൽ 3 പതിറ്റാണ്ടിലേറെയെ സേവനമനുഷ്ഠിച്ച് 2024 കണ്ണൂർ ജില്ലയിൽ നിന്ന് ഡെപ്യൂട്ടി കളക്ടറായാണ് വിരമിച്ചത്. ഇദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ മോഹമായിരുന്നു മേള പരിശീലനം. കേരളത്തിൽ പലയിടത്തും സേവനത്തിനിടയിൽ നിരവധി വാദ്യ കലാകാരന്മാരുമായി അടുപ്പമുണ്ടായിരുന്നുവെങ്കിലും ജോലി തിരക്ക് മൂലം പഠനം നടത്താനായില്ല. കഴിഞ്ഞ വർഷമാണ് ആളൂരിലെ മേള പരിശീലന കളരിയിൽ അഭ്യസനം ആരംഭിച്ചത്. ചാലക്കുടി DYSP ഓഫീസിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ KM വിനോദാണ് പഞ്ചാരിയിൽ കയ്യും കോലും ഉപയോഗിച്ച് കൊട്ടിക്കയറുന്ന മറ്റൊരു താരം. മറ്റത്തൂർ മൂലംകുടം കുറ്റിച്ചിറ വീട്ടിൽ വിനോദ് 2003 പാലക്കാട് KAP2 മുട്ടിക്കുളങ്ങരയിൽ പോലീസ് സേനയിലെത്തുന്നത്. 2005 പൂരങ്ങളുടെ നാട്ടിലേക്ക് സ്ഥലം മാറിയെത്തി. തൃശൂർ കൺട്രോൾ റൂം,
വെള്ളിക്കുളങ്ങര, വരന്തരപ്പിള്ളി, മാള പോലീസ് സ്റ്റേഷനുകളിൽ സേവനം അനുഷ്ഠിച്ചു. 2018 ക്രൈംബ്രാഞ്ചിലായിരിക്കുമ്പോൾ വിശിഷ്ട സേവനത്തിന് കേരള മുഖ്യമന്ത്രിയുടെ മെഡലിന് അർഹനായി. തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ചിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ പൂരപ്പറമ്പുകളും മേളവേദികളും ഹരമായിരുന്നു. ക്രമസമാധാനത്തിന്റെ ഭാഗമായി തൃശൂർ പൂരം ഉൾപ്പെടെ പല പൂരങ്ങൾക്കും ഉത്സവങ്ങൾക്കും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇനി മേളക്കാരനായി പൂരപ്പറമ്പുകളിൽ എത്താനാകും എന്നതിന്റെ ആഹ്ലാദത്തിലാണ് വിനോദ്. വരന്തരപ്പള്ളി വേലൂപ്പാടം സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവശാസ്ത്രം അധ്യാപകനാണ് ആമ്പല്ലൂർ മണ്ണമ്പേട്ട സ്വദേശിയായ ഫ്രാൻസിസ് തോമസ്. ഇക്കഴിഞ്ഞ ജൂണിലാണ് വേലൂപ്പാടം സ്കൂളിലെത്തിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചെണ്ടമേളത്തിൽ 9 തവണ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലായിരുന്നു ഇദ്ദേഹം 19 വർഷം സേവനം അനുഷ്ഠിച്ചത്. സ്കൂളിൽ വിദ്യാർത്ഥികളുടെ മേള പരിശീലനം കണ്ടും കേട്ടുമാണ് ഫ്രാൻസിസിന് മേളം പഠിക്കാൻ മോഹമുണ്ടായത്. ആളൂർ സ്കൂളിൽ അധ്യാപികയായിരുന്ന ഭാര്യയിലൂടെയാണ് വിശ്വനാഥപുരം ക്ഷേത്രത്തിൽ മേളക്കളരി ആരംഭിക്കുന്ന വിവരം അറിഞ്ഞത്. മണ്ണമ്പേട്ടയിൽ നിന്നും നിത്യവും ആളൂരിലെത്തിയായിരുന്നു പഠനം. വർഷങ്ങളായുള്ള ചെണ്ടമേളം പഠിക്കാനുള്ള അഭിലാഷത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഫ്രാൻസിസിന് ഞായറാഴ്ച നടക്കുന്ന പഞ്ചാരി മേളം അരങ്ങേറ്റം. പഞ്ചാരിയിൽ പരിശീലനം പൂർത്തിയാക്കി അരങ്ങേറ്റത്തിനൊരുങ്ങിയ 10 പേരിൽ 18 വർഷമായി ആശാ വർക്കറായി ജോലി ചെയ്യുന്ന ലത രാമകൃഷ്ണനുണ്ട്. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരിയായ ലത രാമകൃഷ്ണൻ ആളൂർ 5ാം വാർഡിലെ മുൻ പഞ്ചായത്ത് അംഗം കൂടിയാണ്. ആശാ വർക്കറായി സേവനമനുഷ്ഠിക്കുന്നതിനിടയിൽ മേളം അഭ്യസിക്കാതെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ പരിപാടികളിലും ആശാ ഫെസ്റ്റിലും ജില്ലയിലും സംസ്ഥാനത്തിന്റെ പലയിടത്തും ശിങ്കാരി മേള ട്രൂപ്പിൽ പങ്കാളിയായിട്ടുണ്ട്. അന്ന് തുടങ്ങിയ മോഹമായിരുന്നു ആധികാരികമായി ഒരു ഗുരുവിന്റെ ശിക്ഷണത്തിൽ മേളം അഭ്യസിക്കണം എന്നത്. ഇവരെ കൂടാതെ വിദ്യാർത്ഥികളായ വൈഭവ് ബിബി, ആര്യനന്ദ വിനോദ്, സാർത്ഥക് സലേഷ്, ശ്രീദേവ് സുഭാഷ്, ശിവദ് ജീവൻ, ധനവ് സൂര്യ രാജേഷ് എന്നിവരും അരങ്ങേറ്റത്തിനുണ്ട്. കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിലായിരുന്നു മേള പരിശീലനം. 12 വൈകിട്ട് 6 മണിക്ക് ആളൂർ വിശ്വനാഥപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന അരങ്ങേറ്റ മേളം തൃശൂർ പൂരം ഇലഞ്ഞിത്തറ മേള പ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ ഭദ്രദീപം തെളിയിക്കും. കുറുങ്കുഴൽ, കൊമ്പ്, വലംതല, ഇലത്താളം എന്നിവയിൽ യഥാക്രമം കൊടകര അനൂപ്, മച്ചാട് രാമചന്ദ്രൻ, കണ്ണമ്പത്തൂർ വേണുഗോപാൽ, കീനൂർ ഉണ്ണിക്കുട്ടൻ എന്നിവർ സഹമേള പ്രമാണിമാരാകും. മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെത്തുന്ന രോഗികൾക്ക് ഇനി കട്ടിലും മെത്തയും നൽകണമെന്ന് സർക്കാർ സർക്കുലർ. ഇവ രണ്ടും രോഗികളുടെ അവകാശമാക്കിയാണ് സർക്കുലർ. മെഡിക്കൽ കോളേജ് നിയമങ്ങൾ ഇതിനനുസൃതമായി പരിഷ്കരിക്കും. 100 ദിവസത്തിനകം പുതിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് ആരോഗ്യവകുപ്പ് ആശുപത്രികൾക്ക് സർക്കുലർ നൽകി. ഗുരുതര പരിക്കേറ്റ് ആശുപത്രികളിൽ എത്തുന്നവർക്ക് 5 മിനിറ്റിനുള്ളിൽ ചികിത്സ തുടങ്ങണമെന്നും സർക്കുലർ നിർദ്ദേശിക്കുന്നു. ചികിത്സ ലഭിക്കാൻ വൈകിയതിന്റെ പേരിൽ രോഗി മരിച്ചുവെന്ന് പലപ്പോഴും ബന്ധുക്കൾ ആരോപണമുയർത്തുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. രോഗികളുടെ സ്രവ സാമ്പിളുകൾ വാർഡിൽ നിന്ന് തന്നെ ശേഖരിക്കണമെന്നും സർക്കുലർ അനുശാസിക്കുന്നു. വിട്ടുമാറാത്ത
രോഗങ്ങളുള്ളവർക്ക് അടിക്കടി മരുന്നിനായി ആശുപത്രികളിൽ എത്തുന്നത് ഒഴിവാക്കാനും നടപടിയായി. ഇത്തരം രോഗങ്ങൾക്ക് വീണ്ടും വീണ്ടും ഡോക്ടറെ കാണാതെ തന്നെ അവസാന കുറിപ്പിലെ മരുന്ന് 6 മാസം വരെ ഫാർമസിയിൽ നിന്ന് നൽകാം എന്നാണ് പുതിയ തീരുമാനം. 1 മാസത്തേക്കുള്ള മരുന്ന് ഫാർമസിയിൽ നിന്ന് ഒറ്റത്തവണയായി നൽകാം. മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ക്യൂവും നിർബന്ധമാക്കിയിട്ടുണ്ട്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വൈകാതെ കുറച്ചേക്കുമെന്ന് റിപ്പോർട്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞത് രാജ്യത്തെ പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികൾക്ക് ആശ്വാസമായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ വില കുറച്ചേക്കുമെന്നാണ് സൂചന. അസംസ്കൃത എണ്ണ വില നിലവിലെ നിരക്കിൽ തുടരുകയാണെങ്കിൽ അടുത്ത 7 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിൽ പെട്രോൾ ഡീസൽ വിൽപ്പനയിലെ നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കാൻ കമ്പനികൾക്ക് സാധിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് മാസങ്ങളായി ഉണ്ടായ നഷ്ടത്തിന് ശേഷമാണ് എണ്ണ കമ്പനികൾ ഈ നേട്ടത്തിലേക്ക് എത്തുന്നതെങ്കിലും ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിൽപ്പനയിൽ കമ്പനികൾ ഇപ്പോഴും 500 രൂപയോളം നഷ്ടം നേരിടുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കഴിഞ്ഞ 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ യുദ്ധത്തിന് മുമ്പുള്ള നിരക്കുകളിലാണ് വ്യാപാരം നടക്കുന്നത്. ആഗോള വിപണിയിൽ ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $72 ഇന്ത്യൻ ക്രൂഡ് ബാസ്ക്കറ്റ് വില ബാരലിന് $67-68 താഴ്ന്നു. മെയ് 15 ശേഷം ഇന്ത്യയിൽ ഇന്ധനവിലയിൽ ലിറ്ററിന് $7.50 വർധനയുണ്ടായിട്ടുണ്ട്. പൊതുമേഖലാ കമ്പനികളായ IOC, BPCL, HPCL എന്നിവ പെട്രോൾ, ഡീസൽ, സബ്സിഡിയുള്ള LPG എന്നിവയുടെ വിൽപ്പനയുടെ മാത്രം 74,781 കോടി രൂപയുടെ നഷ്ടമാണ് ഇതുവരെ നേരിട്ടത്. എണ്ണവില ബാരലിന് $75 താഴെ തുടരുകയാണെങ്കിൽ അടുത്ത 6 മുതൽ 12 മാസങ്ങൾക്കുള്ളിൽ എണ്ണ കമ്പനികൾക്ക് ഈ പഴയ നഷ്ടം നികത്താനാകും. സൗദി അറേബ്യയുടെയും റഷ്യയുടെയും നേതൃത്വത്തിലുള്ള OPEC+ സഖ്യം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1,88,000 ബാരൽ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ച ശേഷമുള്ള 5ാമത്തെ തുടർച്ചയായ പ്രതിമാസ വർധനയാണിത്. ആഗോള വിപണിയിൽ എണ്ണ വിതരണം കൂട്ടുന്നത് വില വീണ്ടും കുറയാൻ കാരണമാകും. എണ്ണ ആവശ്യകതയുടെ 90% ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാണ്. ഇത് രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കാനും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പെട്രോളിയം കരുതൽ ശേഖരം പുനഃസ്ഥാപിക്കാനും സഹായിക്കും. വില കുറയ്ക്കുന്നതിന് മറ്റൊരു കാരണമായി വിലയിരുത്തപ്പെടുന്നത് 20-ാം തീയതി നടക്കാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനമാണ്. എണ്ണവില ഉയർന്നു നിൽക്കുന്നതിൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്താൻ സാധ്യതയുമുണ്ട്. ഈ സാഹചര്യം ഒഴിവാക്കുക എന്ന ലക്ഷ്യവും കൂടി മുന്നിൽ കണ്ട് അതിനു മുമ്പ് തന്നെ എണ്ണവില കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനയാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ വിമൻ ഡെവലപ്മെന്റ് സെൽ ഉദ്ഘാടനം സൈക്കോളജി കൗൺസിലർ ഡോക്ടർ ശ്രീലക്ഷ്മി ഫള്ളിപ്പാട്ട് നിർവഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K. കരുൺ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബി ഓൺ യുവർ സ്റ്റോറി എന്ന വിഷയത്തിൽ ഡോക്ടർ ശ്രീലക്ഷ്മി ക്ലാസ് നയിച്ചു. ഡീൻ ഓഫ് അക്കാദമിക്സ് ഡോക്ടർ MB ഷീബ, വിമൻ ഡെവലപ്മെന്റ് സെൽ കൺവീനർ ഡോക്ടർ സ്വപ്ന C. കോമ്പത്ത്, വിമൻ ഡെവലപ്മെന്റ് സെൽ സ്റ്റുഡന്റ് കൺവീനർ അല ഷാജി, വിമൻ ഡെവലപ്മെന്റ് സെൽ സെക്രട്ടറി സുമി തോമസ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെ പോകുന്നു, അങ്ങനെ പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ പിന്നീട് എന്ത് തോന്നുന്നു, ഇതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ചധികം നിങ്ങളുടെ ലൈഫിലെ കുറച്ചധികം ഇൻസിഡൻസ് എടുത്തിട്ട് ഈ 3 കാര്യങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മുൻഗണന പിങ്ക് റേഷൻ കാർഡ് അനുവദിക്കാനുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. 1200 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീട്, 800 cc വരെയുള്ള കാറ് ഉൾപ്പെടെയുള്ള 4 ചക്ര സ്വകാര്യ വാഹനം, കൃഷിയോഗ്യമല്ലാത്തതോ മറ്റു തരത്തിൽ ഉപയോഗിക്കാനാകാത്തതോ ആയ 1 ഏക്കറിലേറെ ഭൂമി എന്നിവയുണ്ടെങ്കിലും മുൻഗണനാ കാർഡ് നൽകുന്നതിന്റെ സാധ്യതയാണ് സർക്കാർ പരിശോധിക്കുന്നത്. മാനദണ്ഡങ്ങൾ പുതുക്കുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സിവിൽ സപ്ലൈസ് കമ്മീഷണർ K. ഹിമയ്ക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. മന്ത്രി അനൂപ് ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മുൻഗണനാ കാർഡ് അനുവദിക്കാനുള്ള മാനദണ്ഡം നിശ്ചയിക്കാൻ അതത് സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. നിലവിൽ 1000 ചതുരശ്ര അടിയിലേറെ വിസ്തീർണമുള്ള വീടുകൾക്കും 4 അതിലധികമോ ചക്രങ്ങളുള്ള വാഹനം സ്വന്തമായി ഉള്ളവർക്കും മുൻഗണനാ കാർഡ് ലഭിക്കില്ല. 1000 ചതുരശ്ര അടിയിലേറെ വിസ്തീർണമുള്ള വീടുള്ള ഒട്ടേറെ പട്ടികജാതി കുടുംബങ്ങളടക്കം മുൻഗണനാ കാർഡിന് അപേക്ഷിക്കാനാകാതെ വലയുകയാണ്. ഇതിൽ പലരുടെയും വീടിന്റെ സ്ഥിതി പരിതാപകരമാണ്. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാർ നീക്കം. വീടിന്റെ വിസ്തീർണത്തിൽ ഇളവ്
ഇളവ് നൽകുന്നതിൽ പട്ടികജാതി വർഗ തദ്ദേശ വകുപ്പുകളും അനുകൂലമാണ്. 1 ഏക്കറിലേറെ സ്ഥലമുണ്ടെങ്കിലും വെള്ളക്കെട്ടും മറ്റുമായി കൃഷിയോഗ്യമല്ലാത്ത പ്രദേശങ്ങൾ കുട്ടനാട്ടിലും മറ്റുമുണ്ട്. വീട്ടിലെ കിടപ്പ് രോഗികളെയും ഭിന്നശേഷിക്കാരെയും മറ്റും കൊണ്ടുപോകാൻ സെക്കൻഡ് ഹാൻഡ് സ്വകാര്യ വാഹനം ഉപയോഗിക്കുന്നതിന്റെ പേരിൽ മുൻഗണനാ കാർഡിൽ നിന്ന് തഴയപ്പെടുന്നു എന്നതാണ് മറ്റൊരു സ്ഥിതി. ഇതെല്ലാം കണക്കിലെടുത്താണ് മുൻഗണന പിങ്ക് റേഷൻ കാർഡ് അനുവദിക്കാനുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. CPM മുൻ MLA-യും KTDC മുൻ ചെയർമാനുമായ PK ശശി CMP-യിലേക്ക്. PK ശശിയുടെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് CMP-യിലേക്കും. DMF-ന് പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയപരവുമായി യോജിച്ചു പോകാവുന്ന പാർട്ടി CMP-യാണ്. CMP-യിൽ ലയിക്കാനുള്ള തീരുമാനം പാർട്ടി ഏകകണ്ഠമായി അംഗീകരിച്ചുവെന്നും PK ശശി പറഞ്ഞു. CMP ജനറൽ സെക്രട്ടറിയും മന്ത്രിയുമായ CP ജോണിന്റെ സാന്നിധ്യത്തിലാണ് PK ശശിയുടെ പ്രഖ്യാപനം. ശശിയുടെ പ്രഖ്യാപനത്തെ CP ജോൺ സ്വാഗതം ചെയ്തു. PK ശശിയെ CMP സംസ്ഥാന സെക്രട്ടറിയാക്കിയതായി CP ജോൺ അറിയിച്ചു. 27-ന് തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന CMP-യുടെ 40ാമത് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായുള്ള സെൻട്രൽ കൗൺസിൽ യോഗത്തിൽ സംഘടനാപരമായ ഔദ്യോഗിക കാര്യങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷത്തിനുള്ളിലെ കൂടുതൽ വിപുലമായ ഒരു രാഷ്ട്രീയ പുനഃക്രമീകരണത്തിന്റെ തുടക്കമാണ് ഈ ലയനമെന്ന് CP ജോൺ വിശേഷിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ശശിയെ CMP-യിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കൊഴിഞ്ഞാമ്പാറ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സഹകരണത്തിന്റെ തുടർച്ചയാണ് ഈ ലയനമെന്നും ജോൺ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം അവകാശപ്പെടുമ്പോഴും CPM കമ്മ്യൂണിസ്റ്റ് തത്വങ്ങൾ ഉപേക്ഷിക്കുകയും ഏകാധിപത്യ പ്രവണതകൾ സ്വീകരിക്കുകയും ചെയ്യുകയാണെന്ന് ജോൺ കുറ്റപ്പെടുത്തി. ഇടതുപക്ഷത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ ഇടം വീണ്ടെടുക്കുകയാണ് ഈ ലയനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് CP ജോൺ പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഒരു പുതിയ രാഷ്ട്രീയ വേദി ആവശ്യമാണെന്നും CMP DMF സഖ്യം വിശ്വസനീയമായ ഒരു ബദലായി ഉയർന്നുവരുമെന്നും PK ശശി പറഞ്ഞു. വരാനിരിക്കുന്നൊരു വർഷം സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൗരന്മാരോട് ആഹ്വാനം ചെയ്ത സാഹചര്യത്തിൽ കൈവശം സൂക്ഷിക്കാവുന്ന സ്വർണത്തിന്റെ അളവിനെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും ചർച്ചകൾ സജീവമായി. ഇന്ത്യയിൽ ഒരാൾക്ക് സ്വർണം കൈവശം വയ്ക്കുന്നതിന് നിയമപരമായി പ്രത്യേക പരിധികളൊന്നുമില്ല. കൃത്യമായ രേഖകളും വരുമാന സ്രോതസ്സും ഉണ്ടെങ്കിൽ എത്ര സ്വർണം വേണമെങ്കിലും കൈവശം വയ്ക്കാം. എന്നാൽ രേഖകളില്ലാതെ സ്വർണം സൂക്ഷിച്ചാൽ അതിന് കനത്ത വില നൽകേണ്ടി വരും. ആദായ നികുതി റെയ്ഡ് പോലുള്ളവ നടക്കുന്ന സമയത്ത് കണ്ടെടുക്കുന്ന സ്വർണത്തിന്റെ അളവ് സംബന്ധിച്ച് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ഇക്കാര്യത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ കണക്കുകൾ ഇങ്ങനെയാണ്: വിവാഹിതരായ സ്ത്രീകൾ 500 ഗ്രാം, അവിവാഹിതരായ സ്ത്രീകൾ 250 ഗ്രാം, വിവാഹിതരോ അവിവാഹിതരോ ആയ പുരുഷന്മാർ 100 ഗ്രാം. കുടുംബത്തിന്റെ സാമൂഹിക നിലവാരമോ വരുമാനമോ പരിഗണിക്കാതെ ഈ പരിധിയിലുള്ള സ്വർണ്ണാഭരണങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയില്ല. ഇനി ഈ നിർദ്ദിഷ്ട പരിധിയിൽ കൂടുതൽ സ്വർണം കൈവശം ഉള്ളവർ എന്ത് ചെയ്യും? ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ളവർക്ക് ഇളവ് ലഭിക്കും. അത് ഏതൊക്കെയെന്ന് നോക്കാം. വെൽത്ത് ടാക്സ് റിട്ടേണിൽ സ്വർണത്തിന്റെ വിവരം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇളവ് ലഭിക്കും. സ്വർണം വാങ്ങാൻ ഉപയോഗിച്ച പണത്തിന്റെ കൃത്യമായ സ്രോതസ് വ്യക്തമാക്കാൻ സാധിച്ചാലും മതി. കുടുംബത്തിലെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും കണക്കിലെടുത്ത് കൂടുതൽ അളവ് സ്വർണം അനുവദിക്കാൻ ഉദ്യോഗസ്ഥർക്ക് വിവേചന അധികാരമുണ്ട്. ഈ ഇളവുകളെല്ലാം സ്വർണ്ണാഭരണങ്ങൾക്ക് മാത്രമാണ് ബാധകം. സ്വർണ്ണ നാണയങ്ങൾക്കോ ഗോൾഡ് ബാറുകൾക്കോ ഈ പരിരക്ഷ ലഭിക്കില്ല. സ്രോതസ് വ്യക്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ കൈവശമുള്ള സ്വർണത്തിന്റെ സ്രോതസ് കാണിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഇങ്ങനെ വന്നാൽ വൻ നികുതി നൽകേണ്ടി വരും. ക്ലിയർ ടാക്സ് റിപ്പോർട്ട് പ്രകാരം 60% നികുതി, 25% സർചാർജ്, 4% സെസ് എന്നിവയുൾപ്പെടെ ഏകദേശം 78% വരെ നികുതി അടക്കേണ്ടി വരും. കൂടാതെ നികുതി തുകയുടെ മേൽ 10% പിഴയും ഈടാക്കാൻ കഴിയും. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് 125 രൂപയാണ് കുറഞ്ഞത്. 1,06,520 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 10 രൂപയാണ് കുറഞ്ഞത്. 13,440 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. വരാനിരിക്കുന്ന US ഫെഡറൽ റിസർവിന്റെ പണവായ്പാ നയവും എണ്ണവിലയും അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ജോബ് ഡാറ്റ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഒട്ടും പ്രതീക്ഷ നൽകുന്നതല്ല ജോബ് ഡാറ്റ കണക്കുകൾ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.
വ്യക്തമാക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ പലിശ നിരക്ക് കൂട്ടാൻ അമേരിക്ക തയ്യാറാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന്റെ ചുവട് പിടിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില കൂടിയത്. കഴിഞ്ഞ മാസത്തിന്റെ തുടക്കത്തിൽ 1,14,560 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. മഞ്ഞപ്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പിറകുവശത്തുള്ള ലയോള കനാൽ റോഡരികിൽ മലമ്പാമ്പിനെ കണ്ടതായി നാട്ടുകാർ. രാത്രി ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകും വഴിയാണ് ഒരാൾ മലമ്പാമ്പിനെ കഴിഞ്ഞ ദിവസം കണ്ടത്. ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരിൽ ചിലർ രാത്രികാലങ്ങളിൽ മലമ്പാമ്പിനെ പലകുറി കണ്ടതായി പറയുന്നു. മഞ്ഞപ്ര പഞ്ചായത്ത് 10ാം വാർഡ് ഉൾപ്പെടുന്ന ഈ ഭാഗത്തെ കനാൽ കാട് പിടിച്ച് കിടക്കുന്നത് ഇഴജന്തുക്കളുടെ ഒളി സങ്കേതമായി മാറുന്നു. ചിലയിടങ്ങളിൽ വഴിവിളക്കുകൾ ഇല്ലാത്തത് ജനങ്ങൾക്ക് അതിലേറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. നിരവധി യാത്രക്കാർ ബസ് സ്റ്റോപ്പിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും മറ്റും നടന്നു പോകുന്ന വഴിയിലാണ് മലമ്പാമ്പിനെ കണ്ടത്. നാട്ടുകാർ ഏറെ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. പുത്തൂർപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, മഞ്ഞപ്ര ഫൊറോന പള്ളി, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം, സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ, കുടുംബാരോഗ്യ കേന്ദ്രം, അംഗൻവാടി, പനമ്പ് നെയ്ത്ത് കേന്ദ്രം, വെറ്റിനറി ഡിസ്പെൻസറി, സ്വകാര്യ ആശുപത്രി, സിനിമാശാല എന്നിവിടങ്ങളിലേക്ക് ഇടതടവില്ലാതെ കുട്ടികൾ ഉൾപ്പെടെ അനേകം പേർ വരുന്നതും പോകുന്നതുമായ വഴിയിലാണ് മലമ്പാമ്പിനെ കണ്ടത്. ബന്ധപ്പെട്ട അധികാരികൾ ഇക്കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ ചെലുത്തണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ചാലക്കുടി താലൂക്കിലെ പേരാമ്പ്ര, ചാലക്കുടി വില്ലേജിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ഡിജിറ്റൽ സർവേ നടപടികൾ പൂർത്തിയായി. സർവേ റെക്കോർഡുകൾ പൊതുജനങ്ങൾക്ക് പരിശോധിക്കാം. ഭൂവുടമസ്ഥർ എന്റെ ഭൂമി ഔദ്യോഗിക പോർട്ടൽ സന്ദർശിച്ച് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ഭൂവിവരങ്ങൾ ഓൺലൈനായി പരിശോധിക്കണം. ഇതിനു പുറമെ പടിഞ്ഞാറെ ചാലക്കുടി വില്ലേജ് ഓഫീസിന്റെ മുകളിലെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പേരാമ്പ്ര ചാലക്കുടി ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസിലും ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ നേരിട്ടെത്തി റെക്കോർഡുകൾ പരിശോധിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മുൻ സർവേ നമ്പർ 1 മുതൽ 610 വരെയുള്ള പ്രദേശങ്ങളുടെ ഡിജിറ്റൽ റീസർവേ ബ്ലോക്ക് നമ്പർ 1 മുതൽ 38 വരെയുള്ള രേഖകളാണ് ഇവിടെ പരിശോധിക്കാവുന്നത്. പരിശോധനാ വേളയിൽ റെക്കോർഡുകളിലെ വിവരങ്ങളിലോ അതിരുകളിലോ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ 30 ദിവസത്തിനകം തൃശൂർ റീസർവേ സൂപ്രണ്ടിന് ഫോറം 16 നേരിട്ടോ അല്ലെങ്കിൽ എന്റെ ഭൂമി പോർട്ടൽ മുഖേന ഓൺലൈനായോ അപ്പീൽ സമർപ്പിക്കണം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപ്പീലുകൾ ലഭിച്ചില്ലെങ്കിൽ നിലവിലെ റീസർവേ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഉടമസ്ഥരുടെ പേരുവിവരം, അതിരുകൾ, വിസ്തീർണം എന്നിവ കുറ്റമറ്റതാണെന്ന് പ്രഖ്യാപിച്ച് ഫൈനൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് റെക്കോർഡുകൾ അന്തിമമാക്കുമെന്ന് സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. എന്നാൽ സർവേ സമയത്ത് തർക്കം ഉന്നയിക്കുകയും മുൻപ് തന്നെ തീരുമാനം അറിയിച്ചിട്ടുമുള്ള ഭൂ ഉടമസ്ഥർക്ക് ഈ അറിയിപ്പ് ബാധകമായിരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് ചാലക്കുടിയിലുള്ള ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസുമായോ അല്ലെങ്കിൽ 0477233445 എന്ന നമ്പറിലോ ബന്ധപ്പെടണം. പടിഞ്ഞാറെ ചാലക്കുടി കരിയാട്ടിൽ റാഫേൽ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മേലൂർ പാലപ്പിള്ളി കണ്ണങ്ങാത്ത് മേച്ചേരി ജോസഫ് വൈദ്യർ ഭാര്യ ബേബി നിര്യാതയായി. 93 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 പുഷ്പഗിരി ഫാത്തിമ മാതാ പള്ളി സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി ടൗൺ സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം ചെയ്തു. മേളാക്കലയുടെ രാജരസം തുളുമ്പുന്ന പഞ്ചാരിയിൽ കൊട്ടിക്കയറാൻ ഒരുങ്ങുകയാണ് റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറും അസിസ്റ്റന്റ് പോലീസ് സബ് ഇൻസ്പെക്ടറും ഉൾപ്പെടെ 10 അംഗ സംഘം. മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെത്തുന്ന രോഗികൾക്ക് ഇനി കട്ടിലും മെത്തയും നൽകണമെന്ന് സർക്കാർ സർക്കുലർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വൈകാതെ കുറച്ചേക്കുമെന്ന് റിപ്പോർട്ട്.
മുൻഗണന പിങ്ക് റേഷൻ കാർഡ് അനുവദിക്കാനുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് 125 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.